അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പോയതാന്ന് തോന്നുന്നു. അപ്പോ URLs മെയിൻ URLസിൽ മാനേജർ ആപ്പ് ആഡ് ചെയ്യുമ്പോൾ പുതിയ ആപ്പിന്റെ വേണമെങ്കിൽ മാനേജർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഈ പാത്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ആപ്പിന്റെ നെയിം മാനേജർ ആയതുകൊണ്ട് മാനേജർ സ്ലാഷ് എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജർ ആപ്പ് അല്ലെങ്കിൽ മാനേജർ URL എന്ന് പറഞ്ഞിട്ട് URL എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഇതെന്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇൻക്ലൂഡ് ചെയ്യുന്ന അവിടെ ഏത് ആപ്പിന്റെ URL ആണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് കറക്റ്റ് ആ ആപ്പിന്റെ നെയിം തന്നെ കൊടുക്കണം. manager.urls എന്നുള്ള നെയിം തന്നെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ മാനേജർ ആപ്പിന്റെ URLs വന്നിട്ട് യൂസർ URLിലൊക്കെ കൊടുത്ത പോലെ തന്നെ ഫ്രം Django URLs ഇമ്പോർട്ട് പാത്തും ഇൻക്ലൂഡും കൊടുക്കുക. എന്നിട്ട് ഫ്രം മാനേജർ ഇമ്പോർട്ട് വ്യൂസ് കൊടുക്കുക. കാരണം മാനേജർ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഫ്രം മാനേജർ ഇമ്പോർട്ട് വ്യൂസ് കൊടുക്കുക. URL പാറ്റേൺസിൽ പാത്ത് ഓഫ് ഹായ് എന്ന് പറഞ്ഞിട്ടൊരു പാത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വ്യൂസിൽ ഹോമിലേക്ക്, ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ മാനേജറിന്റെ വ്യൂസ് പോയി കഴിഞ്ഞാൽ ഡിഫൈൻ ഹോം റിട്ടേൺ റിക്വസ്റ്റ് ഓഫ് example.html എന്ന് പറയുന്ന പേജ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഇത്രയും പാത്താണ് ഇപ്പൊ അവൈലബിൾ. ഒന്ന് ഹോം, അബൌട്ട്, അതുപോലെ മാനേജറിൽ /മാനേജർ എന്നുള്ള പാത്ത് കൊടുത്തു കഴിഞ്ഞാല് അതില് ഇതിൽ തന്നെ പാത്ത് കാണിച്ചു തരും നമുക്ക് ഏതെന്ന്. ഹലോ ഹലോ 127 കണ്ടോ? എനിക്ക് ഇത്ര നേരം URL.py ഇപ്പൊ കാണുന്നുണ്ട്. 127.0.8000/manager എന്ന് കൊടുത്താൽ മാനേജറിന്റെ പാത്ത് ഇതിൽ കാണിച്ചു തരും. മാനേജർ /hi എന്നുള്ള പാത്ത്. അപ്പോൾ /hi എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ URLിലേക്ക് പോയിട്ട് അതിന്റെ കണ്ടന്റ് കാണിച്ചു തരും. നേരത്തെ നമ്മളൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നോർമൽ നമ്മുടെ /home എന്ന് കൊടുക്കുകയാണെങ്കിൽ ടെംപ്ലേറ്റ് വരും. ബാക്കി അബൌട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ അബൌട്ടിന്റെ ടെംപ്ലേറ്റ് വരും. ഇതിന്റെ ഇവിടെ ഇപ്പൊ മാനേജർ എന്ന് കൊടുക്കുകയാണെങ്കിൽ മാനേജർ /hi എന്നുള്ള പാത്തൂടെ URLൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് വരും. അപ്പോൾ മാനേജർ എന്ന് പറയുന്നത് ഇപ്പൊ വേറൊരു മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാനേജർ / എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹായ്ന്ന് മാത്രമേ ഞാൻ ഇതിലൊരു പാത്ത് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. കുറെ പാത്ത്സ് വേണമെങ്കിൽ മാനേജർ വ്യൂ അല്ലെങ്കിൽ മാനേജർ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയണ ഓരോ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് ഫോമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പാത്തും കാര്യങ്ങളും നമുക്കിതിൽ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യൂവും കാര്യങ്ങളും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതില് ഇനി ഇൻസേർട്ടിന്റെ ഞാൻ ജസ്റ്റ് കോഡ് മാത്രം പറഞ്ഞു തരാം. ഇൻസേർട്ട് ആവുന്ന കാര്യം ഞാൻ മൺഡേ കാണിച്ചു തരാം. ജസ്റ്റ് എങ്ങനെയാ ഇൻസേർട്ട് ഒരു ഫോമിൽ നിന്ന് എങ്ങനെയാ ഡാറ്റ ഇൻസേർട്ട് ആവുന്നതെന്നുള്ള മെത്തേഡ് മാത്രം ഞാൻ കാണിച്ചു തരാം. അപ്പം മാനേജർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ യൂസർ ആപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് പറയാം. URLs ഞാൻ ഇപ്പൊ ഒരു പാത്ത് ഓഫ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു പാത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ use.register
ആദ്യം DB സെറ്റ് ചെയ്യണം. DBയുടെ കാര്യങ്ങൾ, അതായത് കണക്ഷൻ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് settings.py വന്നിട്ട് ഇതിൽ ഇവിടെയാണ് ഡാറ്റാബേസിന്റെ കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഉള്ളത് ജാങ്കോ DB ബാക്ക്എൻഡ് SQLite അതിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു DB ഇൻപുട്ടാണ് SQLite എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉള്ള ഒരു SQLite സേവ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ആണ് SQLite 3 എന്ന് പറയുന്നത്. അത് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ വാമ്പ് അല്ലെങ്കിൽ സാമ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ എൻജിൻ django.db.backends MySQL പാസ്വേഡ്. ഇത് ഇപ്പൊ ഏത് DB ആണോ, മീൻസ് സാമ്പ് അല്ലെങ്കിൽ വാമ്പ് ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് റൂട്ട് യൂസർ നെയിം റൂട്ടും പാസ്വേഡ് ബ്ലാങ്കും ആയിരിക്കും. ഇപ്പൊ ഞാൻ വേറെ DB യൂസ് ചെയ്ത് നോക്കട്ടെ, അതിൽ ഇൻസേർട്ട് ആവുമെങ്കിൽ അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ മൺഡേ സാമ്പ് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഡാറ്റാബേസ് സെറ്റ് ചെയ്യുക. എൻജിൻ ഇത് ജാങ്കോ DB backends.mysql കൊടുക്കുക. അത് കഴിഞ്ഞ് നെയിം, ഈ നെയിം എന്ന് പറയുന്നത് DBയുടെ നെയിം, ഡാറ്റാബേസിന്റെ നെയിം, അതിന്റെ യൂസർ നെയിം, അതായത് ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ ഹോസ്റ്റിന്റെ നെയിം, ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള നെയിം, പിന്നെ പോർട്ട്, അതായത് കണക്ഷന് വേണ്ട പോർട്ട്, ഇതിന്റെ പോർട്ട് അഡ്രസ് 3306 ആണ്. അതുകൊണ്ട് പോർട്ട് അഡ്രസ്സും കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വ്യൂസില് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിന്റെ തന്നെ ഒരു ഫോം നമുക്ക് അങ്ങനെ കോപ്പി ചെയ്തിട്ട് Ctrl+C
ഇതില് ടെംപ്ലേറ്റ്സില് ഞാനൊരു പുതിയൊരു ഫയല് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു .html എന്ന് പറയുന്ന ഫയല് ക്രിയേറ്റ് ചെയ്തു ഇതില് പേസ്റ്റ് ചെയ്തു. ഈ പേജ് ഇപ്പോൾ ആദ്യം വ്യൂ ചെയ്ത് നോക്കാം. വ്യൂ ചെയ്യണമെങ്കിൽ URLs പോയിട്ട് വ്യൂസ് ഡോട്ട് റിട്ടേൺ റെൻഡ് റിക്വസ്റ്റ് register.html. ഓക്കെ, ഇതിലിപ്പോ രജിസ്റ്റർ ഫോം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സബ്മിഷൻ, അതായത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് മോഡിഫിക്കേഷൻ നടത്തേണ്ടത്. രജിസ്റ്റർ ഫോം ആക്കുന്നുണ്ട്. ഇമെയിൽ, ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ, നെയിം ഈക്വൽ ടു ഇമെയിൽ, അതുപോലെ പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മീൻസ് നെയിം ഫീൽഡ് തന്നെയാണ് നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെയിം ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫോമിന്റെ എപ്പോഴും നെയിം ഫീൽഡ് ശ്രദ്ധിക്കണം. നെയിം ഫീൽഡ് എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കണം. പിന്നെ ഫോം സബ്മിഷന് നമുക്ക് പൈത്തണിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു CSRF ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഫോമിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫോമിന്റെ കാര്യങ്ങളൊക്കെ സെക്യൂർ ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ അതിൽ എറർ വരും. മീൻസ് ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എറർ കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് CSRF ടോക്കൺ നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആക്ഷന്റെ ഇവിടെ നമ്മൾ വീണ്ടും user/register എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് യൂസർ എന്ന് പറയുന്ന ആപ്പില് അതില് URLsല് രജിസ്റ്റർ എന്ന് പറയുന്ന URL കയറിയാലാണ് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഫോം കാണുന്നത്. അപ്പോൾ അത് അതിൽ പറഞ്ഞു കൊടുക്കുക, രജിസ്റ്റർ ഫോം. ഓക്കെ, അപ്പം മീൻസ് ആ ഒരു ഫോമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് ആക്ഷൻ user/register എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ എന്ന് പറയുന്ന ആപ്പ് കയറിയിട്ട് അതിൻ്റെ URLs പോയിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന URL കയറിയിട്ട് വ്യൂസ് പോയിട്ട് രജിസ്റ്ററിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. ഇതിലിനി നമുക്ക് രജിസ്റ്ററിന് വേണ്ട ടേബിൾ വേണം, അതായത് ഇൻസേർട്ട് ചെയ്യാനുള്ള ടേബിൾ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസറിൻ്റെ ഈ ആപ്പിൽ തന്നെ മോഡൽസിൽ ഇതിൽ വന്നിട്ട് ക്ലാസ് register tb എന്ന് കൊടുക്കുക ഓഫ് മോഡൽസ് ഡോട്ട് മോഡൽ. ഇതില് ഇമെയിൽ ഈക്വൽ ടു മോഡൽസ് ഡോട്ട് char ഫീൽഡ് ഓഫ് max length equal to 30.
രണ്ട് ഫീൽഡ് മാത്രം, ജസ്റ്റ് ക്ലാസ് രജിസ്റ്റർ TBയും കൊടുത്തു, എന്നിട്ട് അതിൽ ഇമെയിലും പാസ്വേഡും, അതായത് നമ്മുടെ ഫോം രജിസ്റ്റർ എന്ന് പറയുന്ന ഫോമിന്ന് ഇമെയിലും പാസ്വേഡും ജസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഫീൽഡ് മാത്രം ക്രിയേറ്റ് ചെയ്യണം മോഡൽസിനുള്ളിൽ. അപ്പോൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ആവണമെങ്കിൽ മോഡൽ രജിസ്റ്റർ TB മോഡൽസ്. ഓക്കെ, ഇതിനി ഈ ടേബിൾ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ക്രിയേറ്റ് ആവണമെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡാറ്റാബേസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ, ഈ ടേബിൾ ഡാറ്റാബേസിനുള്ളിൽ ക്രിയേറ്റ് ആവണമെങ്കിൽ പൈത്തൺ manage.py make migrations എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് മോഡൽ രജിസ്റ്റർ TB എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അതായത് ഇപ്പൊ ഒരു രജിസ്റ്റർ TB എന്ന് പറയുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ആയി. ഇനി ഒരു കമാൻഡും കൂടെ കൊടുക്കാനുള്ളത് പൈത്തൺ manage.py മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫയൽസും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രജിസ്റ്റർ TB എന്ന് പറയുന്ന ടേബിളിൽ ഇപ്പൊ നമ്മൾ കൊടുത്ത ഇമെയിലും അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്ന രണ്ട് ഫീൽഡും കൂടെ ക്രിയേറ്റ് ആയിട്ടുള്ള രജിസ്റ്റർ TB എന്ന് പറയുന്ന ഒരു ടേബിൾ കൂടെ ക്രിയേറ്റ് ആവും. ഓക്കെ, അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും യൂസറിന്റെ വ്യൂസിൽ ഇതിൽ വന്നിട്ട് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ നടക്കുകയാണെങ്കിൽ, മീൻസ് രജിസ്ട്രേഷൻ ഓക്കെ ആണെങ്കിൽ പോസ്റ്റ്, അതായത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന കേസിൽ അതിൽ ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് കൊടുക്കുക. പോസ്റ്റ് ആണെങ്കിൽ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ email equal to request dot post of save data equal to register ഇതിലിപ്പോ മൈഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പൈത്തൺ റെജ് എന്ന് പറയണ ഇതിൽ പോയി നോക്കുകയാണെങ്കിൽ ഈ ടേബിള് ഇതില് യൂസർ അണ്ടർസ്കോർ രജിസ്റ്റർ TB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ജാങ്കോ അതുപോലെ ഓത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേറെയും മീൻസ് ഫയൽസ് അതിൽ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ ആ ഒരു ടേബിളും ക്രിയേറ്റ് ആയി, അതിന്റെ കൂടെ നമുക്ക് വേണ്ട ഒരു ഇതും ക്രിയേറ്റ് ആയിട്ടുണ്ട്, ID ഇമെയിൽ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടേബിളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ടേബിളിലേക്ക് വന്നിട്ട് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം ടേബിൾ ക്രിയേഷനും മൈഗ്രേഷനും കഴിഞ്ഞു. ഇതിലിനി നമ്മൾ സേവ് ഡാറ്റ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു വേരിയബിൾ നെയിമാണ് കൊടുക്കുന്നത്. അതിൽ രജിസ്റ്റർ TB ഓഫ്, അതായത് നമ്മുടെ ടേബിളിന്റെ നെയിം മോഡലിൽ നമ്മൾ കൊടുത്ത രജിസ്റ്റർ TB എന്ന് പറയുന്ന ആ നെയിം വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതേ നെയിം കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നെയിം ഇമെയിൽ, ആദ്യം ഇമെയിൽ ഫീൽഡ് കൊടുത്ത ഇമെയിൽ ഈക്വൽ ടു ഇമെയിലും
പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ് എന്നും കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി സേവ് ഡാറ്റ ഡോട്ട് സേവ് എന്ന് പറയണ മെത്തേഡ് കൊടുക്കാം. അതായത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് സേവ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കുന്നത്. ഇത് ഇഫ് കണ്ടീഷൻ ആണ് വരിക. ഇത് ഇഫ് കണ്ടീഷൻ. ഇനി എൽസ് പാർട്ടിൽ വരണത്, ഇനി അങ്ങനെ നമ്മളിപ്പം ഫോം സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ render of request dash register dot html ഇത് മാത്രം ഷോ ചെയ്യാം. അതായത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് വരിക, രജിസ്റ്റർ ഡോട്ട് HTML അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സേവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു പേജിലേക്ക് പോകുന്ന പോലെ വേണമെങ്കിൽ കൊടുക്കാം. റിട്ടേൺ റെൻഡർ ഓഫ് റിക്വസ്റ്റ് ഇതിൽ ജസ്റ്റ് സക്സസ് ഡോട്ട് HTML എന്ന് പറഞ്ഞൊരു പേജിലേക്ക് റെൻഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഡോട്ട് HTML ഇതുവരെ എല്ലാം മനസ്സിലായോ എങ്ങനെയാ കൊടുത്തതെന്നുള്ളത്? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇത് മനസ്സിലായോ? കൊറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാം, ഡൗട്ടിന് ചോദിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞോ ഇപ്പൊ തന്നെ. എവിടെയാ ഡൗട്ട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. എവിടെയാ ഡൗട്ട്? ഇൻസേർട്ട് മീൻസ് എങ്ങനെയാ ഫ്ലോ എന്നുള്ളത് മനസ്സിലായോ പോകുന്നത്? എങ്ങനെ മീൻസ് എങ്ങനെയാണ് ഒരു ഫോമിലേക്ക് പോകുന്നത്, ഫോമിൽ നിന്ന് എങ്ങനെയാ തിരിച്ച് URL-ലേക്ക് കയറുന്നത് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? അത് കൊറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റ് എവിടെയാ ഡൗട്ട് വരാൻ തരുള്ളൂ. എന്താ ചോദിച്ചെന്ന് വെച്ചാൽ അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മീൻസ് ആ ഒരു ഇത് പോവും. ഡൗട്ട് ഉണ്ടാവില്ലല്ലോ ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാ ചോദിച്ചത്. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ചെയ്ത് നോക്കുമ്പോ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ പറയണം. എന്തായില്ലെങ്കിൽ മനസ്സിലാവില്ല. അത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോ ശരിയാവും. ആദ്യം തുടക്കത്തിൽ ചെയ്യുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഓക്കെ ആവും. ജസ്റ്റ് എങ്ങനെയാ പാത്ത് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവം എങ്ങനെയാ ഇതാവുന്നേന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അത് പറഞ്ഞാ മതി. ഓക്കെ. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. എന്താ? ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കോ? നോക്കാം. ഡൗൺലോഡ്സില്
ആ ഡൗൺലോഡ്സിൽ അത് ക്രോമിൽ തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ്സ് പോയിട്ട് നോക്കിയാൽ മതി. റീസെന്റ് ഡൗൺലോഡ്സിൽ ഉണ്ടാവും. ആണല്ലോ, പേരല്ലേ? ആ ലൈസൻസ് അഗ്രിമെന്റ് എന്താ ചെയ്യാനുണ്ടോ? ഏതാ ലൈസൻസ് അഗ്രിമെന്റിൽ ഐ അക്സെപ്റ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ? ആ അത് മാത്രമേ ഉള്ളൂ. പാത്ത് സേവ് ആകാൻ പറ്റല്ലേ? പാത്ത് സേവ് ആമ്പ് തന്നെയല്ലേ? പാത്ത് പാത്ത് ഇപ്പൊ സിയില് കൊടുക്കണ്ട കേട്ടോ, ഇയില് കൊടുത്തോ. ഈ ആമ്പതോ? ഈ ഈ ലോക്കൽ ഡിസ്ക് ഇയിൽ കൊടുത്താൽ മതി. കാരണം സിയിൽ ഓൾറെഡി സാമ്പ് ഉണ്ട്, അപ്പൊ പിന്നെ ഇയില് കൊടുത്താൽ മതി. Which component should be installed? അതിനകത്തൊന്നും ടിക്ക് ചെയ്യുന്നില്ല. എന്താ കേക്കുന്നില്ല? കേക്കുന്നില്ല? ഹലോ, അതിനകത്ത് വിച്ച് കോമ്പണന്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്നും ടിക്ക് ചെയ്യണമെന്നില്ലല്ലോ. PHP അങ്ങനെയാണോ? ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു, ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, ശരി.